നമസ്കാരം പ്രിയമുള്ളവരെ, 2026 ലോക്സഭാ ഇലക്ഷൻ പടിവാതിലെത്തി നിൽക്കവേ മുന്നണികളൊക്കെ സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും UDF വലിയ രീതിയിലുള്ള വിപുലീകരണമാണ് ഉണ്ടാക്കുവാൻ പോകുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ RJD UDF എത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വാർത്തകൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് RJD പകരമായി ആവശ്യപ്പെടുന്നത്, മുന്നണിയിൽ എത്തുന്നതിന് പകരമായി ആവശ്യപ്പെടുന്നത് കൽപ്പറ്റ സീറ്റാണെന്നാണ്. കൽപ്പറ്റ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസിന്റെ. ആ സീറ്റ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ UDF എത്താം എന്ന ഒരു ധാരണയിലേക്ക് RJD UDF എത്തുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച് കാണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെയായിരുന്നു. UDF RJD ആ സമയത്ത് LJD ആയിരുന്നു. പിന്നെയാണ് അവർ ലാലു പ്രസാദ് യാദവിന്റെ RJD ലയിക്കുന്നത്. അന്ന് LJD UDF LDF എത്തുവാൻ വേണ്ടി അവരാവശ്യപ്പെട്ടത് ഈ കൽപ്പറ്റ സീറ്റായിരുന്നു. അങ്ങനെ കൽപ്പറ്റയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന MLA ശശീന്ദ്രനെ മാറ്റിയിട്ടാണ് MP ശ്രേയസ് കുമാർ മത്സരിക്കുന്നത്. MP വീരേന്ദ്രകുമാറിന്റെ മകൻ. നിലവിലുണ്ടായിരുന്ന MLA ശശീന്ദ്രനെ അദ്ദേഹം ചീഫ് ഇലക്ഷൻ ഏജന്റ് ആക്കി. അദ്ദേഹത്തിനായിരുന്നു ഇലക്ഷന്റെ ചുമതല. ഇലക്ഷന് കുറച്ച് നാൾ മുമ്പൊക്കെ ഈ ശശീന്ദ്രൻ ശ്രേയസ് കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. ശ്രേയസ് കുമാറിന്റെ എസ്റ്റേറ്റ് വനഭൂമി കയ്യേറി എന്നൊക്കെ വലിയ രീതിയിൽ ആരോപണങ്ങളും സമരങ്ങളും നയിച്ചിരുന്ന ശശീന്ദ്രൻ എന്ന് പറയുന്ന CPMന്റെ MLA അദ്ദേഹത്തെ ഘടകകക്ഷിയാക്കിയതുകൂടി, അതായത് MK ശ്രേയസ് കുമാറിന്റെ പാർട്ടിയെ CPM ഘടകകക്ഷിയാക്കിയതോടുകൂടി അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ഏജന്റായിട്ട് ആരോപണങ്ങളൊക്കെ പോക്കറ്റിൽ മടക്കി വെച്ച്, കശത്ത് മടക്കി വെച്ച് വിനീത വിധേയനായി നിൽക്കുന്നതാണ് കണ്ടത്. നമുക്കെപ്പോഴും CPMന്റെ കാര്യം അങ്ങനെയാണ്. CPMന്റെ കൂടെ കൂടുന്ന ആളുകളെയൊക്കെ പാർട്ടി വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ശ്രേയസ് കുമാറിനെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോൾ ശ്രേയസ് കുമാർ തിരിച്ച് UDF എത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് കൽപ്പറ്റ സീറ്റാണ്. കൽപ്പറ്റ സീറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് UDFന്റെ പ്രസ്റ്റേജ് സീറ്റുകളിലൊന്നാണ്. കാരണം അവിടുത്തെ MLA കേരളത്തിലെ ഏറ്റവും ജനകീയനായ MLA ആണ് T സിദ്ദീഖാണ്. കാരണം അദ്ദേഹം 2 പ്രാവശ്യം, നേരത്തെ ബേപ്പൂരിൽ നിന്നും മറ്റൊരിക്കൽ ബേപ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് വളരെ കടുത്ത മത്സരങ്ങൾക്ക് ശേഷം പരാജയപ്പെട്ടു, ഒരിക്കൽ കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടു. അദ്ദേഹം കൽപ്പറ്റ MLA ആയതിനു ശേഷം വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഏറ്റവും നല്ല MLA ആണ് എന്ന് പറയാം. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ ഉരുൾപൊട്ടലിന്റെ സമയത്തൊക്കെ സ്വന്തം ജീവൻ പണയം വെച്ചും ആ പ്രദേശത്ത് കൽപ്പറ്റയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് T സിദ്ദീഖ്. അദ്ദേഹത്തിന് ഈ RJD മുന്നണിയിൽ വരുന്നതിന്റെ ഭാഗമായി ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു ദുരവസ്ഥയാണ് എന്നാണ് എനിക്ക് പറയാറുള്ളത്. കാരണം നേരത്തെയും അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പേര് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയതിനു ശേഷം അവിടേക്ക് രാഹുൽ ഗാന്ധി വരികയും അദ്ദേഹത്തിന് മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വന്നു. അതിനു പകരമായിട്ടാണ് അദ്ദേഹത്തിന് സുരക്ഷിതമായ ഈ സീറ്റ്, കൽപ്പറ്റ സീറ്റ് കിട്ടിയത്. അതും അദ്ദേഹം ഇപ്പോൾ RJD മുന്നണിയിൽ വരുന്നതിന്റെ ഭാഗമായി ശ്രേയസ് കുമാറിന്, അതും കഴിഞ്ഞ പ്രാവശ്യം താൻ തോൽപ്പിച്ച ശ്രേയസ് കുമാറിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് അത് എത്ര ഉചിതമാണ് എന്ന രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും T സിദ്ദീഖ് അദ്ദേഹം വിജയിച്ചാൽ മുസ്ലിം പ്രാതിനിധ്യം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ മന്ത്രിയാകുവാൻ സാധ്യതയുള്ള ആളായിരുന്നു. നമുക്കറിയാവുന്ന പോലെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ലീഗിന് 4 മന്ത്രിമാരുണ്ടാകും. കോൺഗ്രസിന് ഒരു മുസ്ലിം മന്ത്രിയാണ് ഉണ്ടാകുക. ഷാഫി പറമ്പിൽ ഇപ്പോൾ MP ആയ സ്ഥിതിക്ക് ഏറ്റവും ആദ്യം പരിഗണിക്കപ്പെടുന്ന പേര് T സിദ്ദീഖിൻ്റെതായിരുന്നു. അദ്ദേഹം ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്ന് ഒരുപക്ഷെ വേറൊരു നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിച്ചേക്കാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ്. കാരണം കൽപ്പറ്റ RJDക്ക് നൽകുന്നു, RJD പ്രതിനിധീകരിച്ച് അവിടെ ശ്രേയസ് കുമാർ മത്സരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം. എന്തായാലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായ ഒരു തീരുമാനമാണ്. കാരണം RJD എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഏകദേശം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയിൽ വിലയം പ്രാപിച്ചു. വലിയ ശക്തിയൊന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി മാറി നിൽക്കുകയാണ്. അതിനുവേണ്ടി സിദ്ദീഖിനെ പോലെയുള്ള ജനകീയനായ ഒരു MLA ബലികഴിക്കേണ്ടി വരുന്നത് ദുഃഖമുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ മുന്നണി മാറ്റ ചർച്ചകൾ UDF പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകകക്ഷി ഒരുപക്ഷെ LDF എത്തിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത് നമ്മുടെ മാണി സി കാപ്പനാണ്. കാരണം മാണി സി കാപ്പൻ LDF വിട്ടുപോകുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോസ് കെ മാണിക്ക് വേണ്ടി പാലാ സീറ്റ് LDF ചോദിച്ചതാണ്. അന്ന് കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എത്തുന്ന സമയത്ത് പാലാ സീറ്റിൽ മത്സരിക്കണമെന്ന് ജോസ് കെ മാണി നിർബന്ധം പിടിച്ച അവസരത്തിലാണ് ആ സീറ്റിന് വേണ്ടിയിട്ട് ജോസ് കെ മാണിയെ അവിടെ നിർത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തനിക്ക് തന്നെ ആ സീറ്റ് വേണമെന്ന് പറഞ്ഞ് മാണി സി കാപ്പൻ ഇടതുപക്ഷ മുന്നണി വിട്ടത്. ഇപ്പോൾ മാണി സി കാപ്പൻ LDF തിരികെ എത്താനുള്ള സാധ്യതകൾ ഉണ്ടെന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ്. കാരണം
ജോസ് കെ മാണി കടുതുരുത്തിയിലേക്ക് മാറുന്നു, അവിടെ പ്രചരണം തുടങ്ങി എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. അവിടെ അദ്ദേഹം കുടുംബയോഗങ്ങളൊക്കെ വിളിച്ചു എന്ന് കാണുകയാണ്. അതുകൊണ്ടൊരു പക്ഷേ മാണി സി കാപ്പനെ ഇടതുപക്ഷ മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടങ്ങി എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുകയാണ്. എന്തായാലും മുന്നണി മാറ്റങ്ങളും കാലുമാറ്റങ്ങളും കൂറുമാറ്റങ്ങളും കൊണ്ട് കേരള രാഷ്ട്രീയം കലുഷിതമാകുവാൻ പോകുന്ന നിമിഷങ്ങളാണ്, മാസങ്ങളാണ്, ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.